സുഹൃത്തേ, നാം എല്ലാം വിജയിച്ച ആളുകളുടെ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ വിജയിച്ച ആളുകൾ പലരും പലതവണ പരാജയപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്ന നിലയിൽ എത്തിയിട്ടുണ്ടാവുക. ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ വിജയമോ പരാജയമോ എന്നെയും കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കണം. പാതി വഴിയിൽ ലക്ഷ്യങ്ങളെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക. എൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമെന്നും എത്ര പരാജയപ്പെട്ടാലും ഞാൻ നേടണമെന്ന് ആഗ്രഹിച്ച ആ ലക്ഷ്യം നേടിയെടുക്കുമെന്നും അടിയുറച്ച തീരുമാനം എടുക്കുക. മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടതുകൊണ്ടോ ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തതുകൊണ്ടോ മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുമോ? ഒന്നോ രണ്ടോ ആഴ്ച നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റ് ആയിരിക്കും. പല തീരുമാനങ്ങളും ഈ സമയത്തിൽ എടുത്തിരിക്കാം. നിങ്ങൾ എടുത്ത ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് കുറച്ച് ദിവസങ്ങൾ ഫോളോ അപ്പ് ചെയ്തിരുന്നുവെന്നും പിന്നീട് അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി എന്നും പറയും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? തീരുമാനങ്ങൾ എടുത്തിട്ടും അവ നടപ്പിലാക്കാറുണ്ടോ? സ്വയം ചോദിക്കുക. ഇന്ന് നീ കളയുന്ന ഓരോ മിനിറ്റിനും ഓരോ മണിക്കൂറിനും നിന്നോട് തന്നെ നീ കണക്ക് പറയേണ്ട സമയം വരും. ആ സമയത്ത് ദുഃഖം മാത്രമേ ഉണ്ടാകൂ. ഈ നിമിഷത്തിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക. എനിക്ക് പ്രായമായി, എനിക്ക് വിദ്യാഭ്യാസമില്ല, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോട് ഏജ് എന്നത് വെറും സംഖ്യയാണെന്നും ഏതൊരു സ്കില്ലും നേടിയെടുക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കുക. ഇനി ജീവിത വിജയത്തിനായി ശീലിക്കേണ്ട 15 ശീലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്പർ 1, എല്ലായ്പ്പോഴും പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കുക. പോസിറ്റീവായി ചിന്തിക്കുന്നതിലൂടെ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ സാധിക്കും. വെല്ലുവിളികൾ വന്നേക്കാം, അവ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക. ഒരു ദിവസത്തിൽ 30,000 മുതൽ 60,000 വരെ ചിന്തകൾ കടന്നു പോകും. അവയിൽ പോസിറ്റീവായതും നെഗറ്റീവായതുമായ ചിന്തകൾ ഉണ്ടാകും. നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ അവയെ പോസിറ്റീവ് ചിന്തകളായി പുനഃസ്ഥാപിക്കുക. നമ്പർ 2, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും എന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയുമെന്ന മനോഭാവം ഉണ്ടാക്കുക. പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുക. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള വഴികൾ തിരയുക. നമ്പർ 3, നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുവേണ്ടി ഗോള് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അവ എഴുതി തയ്യാറാക്കുക. എഴുതി തയ്യാറാക്കിയ ഗോൾ സെറ്റ് ചെയ്താൽ എനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിനും കൃത്യമായ ഡയറക്ഷനിലേക്ക് ഫോക്കസ് ലഭിക്കുന്നതിനും ഇടയാകും. നമ്പർ 4, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കുമോ അതിനുള്ള സ്ക്രിപ്റ്റ് ഇപ്പോഴേ എഴുതി തയ്യാറാക്കുക. ഈ ഒരു കാര്യം ചിലപ്പോൾ നിസ്സാരമായി തോന്നിയേക്കാം. എന്നാൽ ഇങ്ങനെ എഴുതി തയ്യാറാക്കുന്നതിലൂടെ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിലൂടെയും വിജയത്തിലോട്ടുള്ള ദൂരവും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്പർ 4, എപ്പോഴും പഠിക്കാൻ തയ്യാറാവുക. എല്ലാ ദിവസവും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ബുക്കിൻ്റെ 20 പേജെങ്കിലും വായിക്കുക. പുതിയ സ്കില്ലുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. നമ്പർ 5, നിങ്ങളുടെ ആരോഗ്യത്തിനായി മുൻഗണന നൽകുക. എക്സസൈസിനായിട്ട് കുറച്ച് ടൈം മാറ്റിവെക്കുക. നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ. അതിനാൽ യോഗ, മെഡിറ്റേഷൻ എന്നിവ പ്രാക്ടീസ് ചെയ്യുക. നമ്പർ 6, മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങിയാൽ സ്വന്തം കഴിവുകളിൽ പോലുമുള്ള വിശ്വാസം നഷ്ടപ്പെടും. മറ്റുള്ളവരുടെ സക്സസ് കണ്ടാൽ
അവർ എങ്ങനെയാണ് അതിൽ വിജയിച്ചതെന്നും അതിനുവേണ്ടി അവർ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും മനസ്സിലാക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്പർ 7, ടൈം മാനേജ്മെൻറ്റിന് മുൻഗണന നൽകുക. ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. പലർക്കും ടൈം മാനേജ് ചെയ്യാൻ കഴിയാറില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഇത്ര ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുക. നമ്പർ 8, നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്പർ 9, നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. നാം ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുക. അത് നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. നമ്പർ 10, പരാജയമുണ്ടായാൽ അതിനെ എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിക്കുക. പരാജയം എന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ്. എന്നാൽ പരാജയം നേരിട്ടാൽ അതിനെ എങ്ങനെ നേരിടാമെന്ന് ചിന്തിക്കുകയും അതിനുള്ള വഴികൾ ഇപ്പോഴേ എഴുതി തയ്യാറാക്കുകയും ചെയ്യുക. നമ്പർ 11, ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കുക. പലരും ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുക. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും തടസ്സങ്ങൾ നേരിടുമെന്നും എന്തു വന്നാലും അവ ഉപേക്ഷിക്കുകയില്ല എന്നും തീരുമാനിക്കുക. നമ്പർ 12, ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വിജയിക്കുന്നത് ഒഴിവാക്കുക. ഷോർട്ട് കട്ട് ഉപയോഗിച്ചുള്ള വിജയത്തിൽ ചില സാഹചര്യങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടാം. നോളജോ സ്കില്ലോ ഇല്ല എങ്കിൽ ആ വിജയം ചിലപ്പോൾ അധികകാലം നീണ്ടു നിൽക്കില്ല. നമ്പർ 13, പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് മുൻഗണന നൽകുക. ഓരോ വ്യക്തിയും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നേരിടുക. വേണ്ട സ്കില്ലില്ലാത്തതോ ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയാത്തതോ ആയ നിരവധി പ്രശ്നങ്ങൾ. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുക. എല്ലാ ദിവസവും എങ്ങനെ എന്നെ ബെറ്റർ ആക്കാമെന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി പുതിയ കോഴ്സുകൾ എടുക്കുക. തന്നിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. നമ്പർ 14, ഗോൾ സെറ്റ് ചെയ്ത ഉടനെ തന്നെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നും കാണുന്ന ഇടങ്ങളിൽ ഒട്ടിച്ചു വെക്കുക. ആ ഒരു പിക്ചർ എന്നും കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൈൻഡിൽ അത് സ്റ്റോർ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിനെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുണ്ടാവും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. നമ്പർ 15, നിങ്ങളുടെ ഗോള് എല്ലാവരോടും ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് സംശയങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള സപ്പോർട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ആയതിനാൽ അവ നടപ്പിൽ വരുത്തിയതിന് ശേഷം ഷെയർ ചെയ്യുക. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ തളർത്താൻ ഒരുപാട് പേർ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റം പറഞ്ഞവരും സുഹൃത്തുക്കളുമെല്ലാം നിങ്ങളുടെ വാക്കുകളെ കേൾക്കാനുണ്ടാകും. വിജയം വരെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നന്ദി, നമസ്കാരം.